ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ഹെയർ സ്റ്റൈൽസ് കണ്ടാലോ. ഓണം സ്പെഷ്യൽ ഹെയർ സ്റ്റൈൽസ് ആണ്. വളരെ സിമ്പിളായിട്ടും എന്നാൽ ക്യൂട്ടായിട്ടുള്ള അടിപൊളി ഹെയർ സ്റ്റൈൽസ് ആണ്. മുടിക്കൊട്ടും നീളമില്ല, ഉള്ളില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഓരോ ഹെയർ സ്റ്റൈൽസ് ആയിട്ട് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ മുടിയിലെ ജട കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പല്ലകന്ന ചീപ്പ് ഉപയോഗിക്കുക. എന്നാൽ മുടി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല്ലടുത്തിരിക്കുന്ന ചീപ്പ് വേണം ഉപയോഗിക്കാനായിട്ട്. എന്നാലാണ് നല്ല നീറ്റായിട്ട് ഹെയർ ഇരിക്കത്തുള്ളൂ. ഫസ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറേശ്ശെ മുടി എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ കുറേശ്ശെ എടുത്ത് പിൻ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ മുടിക്ക് ഉള്ളില്ലെങ്കിലും കുറച്ചൊന്നും ഉള്ളുള്ള പോലെ അല്ലെങ്കിൽ ഒരു പഫ് പോലെ ഇങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കും. ഇത് കണ്ടില്ലേ, ഞാൻ ഈ ഒരു സൈഡിൽ കുറച്ച് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, കുറച്ച് മാത്രം ആദ്യം എടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗം വിട്ടിട്ട് കുറച്ച് മാത്രം എടുക്കുന്നു, എന്നിട്ട് അത് സ്ലൈഡ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം എടുക്കുന്നു, അതും ഇതുപോലെ സ്ലൈഡ് ചെയ്ത് വെക്കുന്നു. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ച് വെക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൂസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയിൽ ഇരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുടി സ്റ്റൈൽ ചെയ്തേക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് എല്ലായിടവും ഒന്ന് ഫ്രണ്ടിലോട്ട് തള്ളി വെക്കുന്നുണ്ട് കേട്ടോ, ഒരു പഫ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബാക്കിയുള്ള മുടി എല്ലാം കൂടി എടുത്ത് ഒന്ന് ബുഷ് ഇടുകയാണ്. അത് നമ്മൾ ബാക്കിലല്ല ബുഷ് ഇടുന്നത്, ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടാണ് ബുഷ് ഇടുന്നത്. കുറച്ച് വലിയ ബുഷ് എടുക്കുക. വലിയ ബുഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതല്ല, ഇത്രയും ഒരു വലുപ്പത്തിലുള്ള ഒരു ബുഷ് എടുക്കാം. മുടിക്ക് ഉള്ളില്ലെന്ന് വെച്ചിട്ട് നമ്മൾ തീരെ കുഞ്ഞതെടുക്കരുത്, കുറച്ചൊന്ന് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ബുഷ് എടുക്കുക. ബുഷ് ഒന്ന് ജസ്റ്റ് തള്ളി നിൽക്കണം, ആ രീതിയിലുള്ള ബുഷ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ പൂവ് അടിവഴി എടുത്ത് സ്ലൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ബുഷ് കുറച്ച് വലുതാകുമ്പോൾ അതിങ്ങനെ തള്ളി നിൽക്കുമ്പോൾ പൂ അതിന് മേലെ വെക്കുമ്പോൾ പൂവും ജസ്റ്റ് ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കും. പൂ ഇങ്ങനെ ഒതുങ്ങി നിൽക്കരുത്, കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് തന്നെ നിൽക്കണം, എന്നാലാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. ഷോർട്ട് ഹെയർസിനൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ അടിപൊളിയായിരിക്കും. അടുത്ത ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുടി കെട്ടിയത് അഴിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഡിസ്കോ ബാൻഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഗ്യാപ്പിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ മുടിക്ക് ഇത്രയും നീട്ടുള്ളൂ, അതുകൊണ്ട് 2 ബാൻഡ് ഇടേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ കുറച്ചിങ്ങനെ വലിച്ച് വെക്കുക. അപ്പോൾ കുറച്ച് ഉള്ളുള്ള പോലെ നല്ല ഭംഗിയായിട്ടിരിക്കും. നല്ല രസമുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. കുറച്ചുകൂടെ മുടിക്ക് നീട്ടമുള്ളവരാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും. എന്നാലും എൻ്റെ ഷോർട്ട് ഹെയർ ആണെങ്കിലും രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ടല്ലേ. പൂ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ തന്നെ പൂ വയ്ക്കുക കേട്ടോ. ഭയങ്കര ടൈറ്റായിട്ട് വെക്കരുത്, ഒരുപാട് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം എപ്പോഴും പൂ വയ്ക്കാനായിട്ട്. അടുത്ത ഹെയർ സ്റ്റൈൽ നോർമൽ നമ്മുടെ പണ്ടത്തെ സാധാ ഹെയർ സ്റ്റൈലാണ്. ഫ്രണ്ട് പോർഷൻ ഞാൻ ആദ്യം കെട്ടിയതുപോലെ തന്നെ കെട്ടിയിട്ട് മുടി അഴിച്ചിട്ടേക്കാണ്. എന്നിട്ട് അടിവഴി പൂ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വെക്കുമ്പോഴും നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്ലൈഡ് കുത്തുന്ന ഭാഗം നല്ല ടൈറ്റായിട്ട് സ്ലൈഡ് കുത്തുക, പക്ഷേ അടിയിൽ കുറച്ച് ലൂസാക്കി ഇടുക. അന്നേരം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും പൂ ഇങ്ങനെ നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. ഇനി അടുത്ത ഹെയർ സ്റ്റൈലിന് വീണ്ടും ഞാൻ ഈ സെയിം ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത്. എന്നിട്ട് ചെറിയൊരു പോണി ടെയിൽ കെട്ടുകയാണ്. ഒരുപാട് ഹൈറ്റിൽ കെട്ടരുത്, എന്നാൽ ഒരു മീഡിയം ഒരു ഹൈറ്റിൽ കെട്ടുക. ഇനി നിങ്ങൾക്ക് ചിലർക്ക് പോണി ടെയിൽ ഇങ്ങനെ കെട്ടി ശീലമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കെട്ടുമ്പോൾ ഒരുപാട് പൊങ്ങി എത്ര കെട്ടിയാലും കുറച്ചൊന്നും ഹൈറ്റിൽ നിൽക്കത്തില്ല. അപ്പോൾ അതിന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുഷ് ഇടുക. എന്നിട്ട് ഫ്രണ്ടിലോട്ട് മുടി എടുത്തിട്ട് ഇതുപോലത്തെ ക്ലച്ച് ക്ലിപ്പ് എടുത്ത് ആ ബുഷിന് മേലെ വെച്ച് കൊടുക്കുക. അന്നേരം കുറച്ചും കൂടി അതിങ്ങനെ പൊങ്ങി നിൽക്കും. എന്നിട്ട് അടിവഴി പൂ വെച്ച് കൊടുക്കുക. അടുത്ത ഹെയർ സ്റ്റൈൽ തനി നാടൻ ഹെയർ സ്റ്റൈലാണ്, സാധാ ഒരു ഹെയർ സ്റ്റൈൽ. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഒന്ന് ലൂസാക്കിയാണ് സ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലൂസാക്കി വേണം നമ്മൾ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലാണ് ഒരു ഭംഗി വരുള്ളൂ. നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ വലിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ചട്ടി കമിഴ്ത്തിയ പോലെ ഇരിക്കും. അങ്ങനെ ചെയ്യരുത്. അതൊന്ന് ലൂസാക്കി 2 സൈഡിൽ നിന്നും അങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് അടിവഴി പൂ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ സിമ്പിളായിട്ടുള്ള നാടൻ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ.